എന്നാണെങ്കിൽ ആ ദശഗ്രീവൻ മറ്റുള്ള ആർക്കും ചെയ്യാൻ ധൈര്യമില്ലാത്തൊരു കാര്യം ആരായിട്ടൊന്നും പിടിക്കുന്ന എനിക്ക് 10 തലയുണ്ട്, അത് നിങ്ങളുടെ തലകളെ അതിൽ ഓരോ തലയിട്ട് വെട്ടിയിട്ട് അത് ആ പഞ്ചായത്തി മധ്യസ്ഥനായിട്ടല്ലേ അഗ്നിയിൽ കൂട്ടാൻ ഹോമ കൂട്ടത്തിലുള്ളൂ. അത് കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്കായി അതോട് കുറെ കാലം തലമുറയും അടുത്ത തലമുറയ്ക്കും പിന്നത്തെ കഴുത്ത് വെട്ടും. ഓരോ കഴുത്തിങ്ങനെ വെട്ടി 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 9 കഴുത്തും വെട്ടി ഭഗവാന് സേവിക്കാം. അങ്ങനെ കഠിനായിട്ടുള്ള തപസ്സിരിക്കുന്നു കേട്ടോ. 10ാമത്തെ ആ തലയിട്ട് പിടിച്ച് അവസാനത്തെ തലയിട്ട് വെട്ടാൻ പുറപ്പെട്ടപ്പോഴാണ് ഭഗവാൻ ശ്രീപരമേശ്വരൻ രാവണന്റെ മുമ്പിൽ ദശഗ്രീവന്റെ മുമ്പിൽ പക്ഷേ കാരണം എന്താ പിന്നെ ഭഗവാനെ അവിടെ ഇരിക്കാൻ പറ്റണ്ടേ. അതുപോലെ നോക്കാം 2 വെട്ടിയാൽ നിർത്തിപ്പോ കൂടും. അവനോണ്ട് വെട്ടേ പറഞ്ഞാൽ കൂടാനാഗ്രഹം കാണാറില്ലേ. ഇനി കഥ കഴിക്കാൻ ജീവിക്കണ്ട ആഗ്രഹിക്കണത് ഇതതിനല്ല. ഇതെന്തിനാ ലോകത്ത് ക്യാമറയാവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ആരെങ്കിലും ചെയ്യോ? 10ാമത്തെ വെട്ടാനായപ്പോഴേക്കും ഭഗവാന് കൈലാസത്തിൽ ഇരിക്കാൻ പറ്റാണ്ടായിരുന്നു. മാത്രമല്ല ആ ദശഗ്രീവന്റെ മുമ്പിൽ ദശമുഖന്റെ മുമ്പിൽ ദക്ഷായി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. എന്താ ലോകത്ത് ആർക്കും നിന്നെ അനുഗ്രഹിക്കാൻ പറ്റാമെന്നാണ് പറയുന്നത്. ആർക്കും കൊല്ലാൻ പറ്റില്ല. അപ്പൊ രാവണൻ അത് വേണ്ട, അങ്ങനെ ഒരു വര എനിക്ക് വേണ്ട. എന്താ മനുഷ്യന്മാരെ എനിക്ക് വരില്ല. മനുഷ്യന്മാരെ കൊള്ളാത്തവരെ അതുപോലെ അത്രയും കൂടി കൊള്ളാത്തവരാണ് കൊരങ്ങന്മാരെ. മനുഷ്യന്മാരും കൊരങ്ങന്മാരും വേണമെങ്കിൽ എന്നെ തിരിച്ചു ശേഷം ആർക്കും എന്നെ കൊല്ലാൻ പാടില്ല. അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ അതാണ് ദശകന്ധരം ഈ കഴുതു വെട്ടാൻ ധൈര്യമുള്ള ആളല്ലേ. അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. എന്തിനാ? തനിക്ക് ശ്രേയസ്സുണ്ടാവാൻ വേണ്ടിയിട്ട്, കേമത്തം കിട്ടാൻ വേണ്ടി. അങ്ങനെ വരബലങ്ങൾ സമ്പാദിച്ച് ഭഗവാൻ ശ്രീപരമേശ്വരന്റെ കയ്യിൽ നിന്ന് വരങ്ങൾ ഇട്ട് വാങ്ങുകയുണ്ടായി. അങ്ങനെ വരം വാങ്ങി പിന്നെ പോയിട്ട് നേരെ ലങ്കയിൽ ചെന്ന് അവിടുന്ന് വൈശ്രവണനെ അവിടുന്ന് അട്ടിക്കളഞ്ഞ് അക്ഷരചക്രവർത്തിയായിട്ട് അവിടെ ഇങ്ങനെ രാവണന്റെ ആദ്യത്തെ കേമത്തത. പിന്നെങ്ങനെയാണ് എന്നാണെങ്കിൽ അടുത്തതെന്താ എന്നാണെങ്കിൽ ദശകന്ധരം അന്തകാരിലീലാദ്രിതോലന പരീക്ഷിത ബാഹുവീര്യം. അദ്ദേഹത്തിന്റെ ബാഹുക്കള് കൈകള് 20 കൈകളുണ്ട് എന്ന് പറഞ്ഞു. ഈ 20 കൈകളുടെ കേമത്വം അതും ഹനുമാൻ കേട്ടത്. രാവണന്റെ കൈകളുടെ മഹൽ കൈകള് 2 കൈകളല്ലേ. അനവധി കൈകൾ മറ്റുള്ളവർക്ക് ആർക്കും ചെയ്യാത്തതുപോലെ 20 കൈകൾ ഇങ്ങനെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്. 20 കൈ ജന്മന ഉണ്ടായതാ. 20 കൈകളോ പലവധി കൈകൾ ഉണ്ടായിട്ടല്ല. ആ കൈകൾക്കൊരു മഹാത്മ്യമുണ്ട്, ആരും മറക്കരുത്. രാവണന്റെ കൈകള് എന്ന് പറഞ്ഞാൽ ആരും മറക്കാൻ പാടില്ല. അതിന് പാകത്തിനുള്ള ഒരു കർമ്മം ചെയ്യണം, ഒരു പ്രവൃത്തി ചെയ്യണം. ഓരോരുത്തരും അവരവരുടെ പ്രവൃത്തി ഗുണം കൊണ്ടാണ് മറക്കാതിരിക്കുക, അല്ലെങ്കിൽ എല്ലാവരും പ്രശംസിക്കാൻ യോഗ്യരാവുക അല്ലെ. ഓരോ പ്രവൃത്തി ചെയ്യണം. ആ പ്രവൃത്തിയുടെ കേമത്വം കൊണ്ടാണ് ഇയാള് കേമനാണ്, ഇയാള് യോഗ്യനാണ്, ഇദ്ദേഹമാണ് കേമത്വത്തിലുള്ള ആളാണ്. എന്താ അങ്ങനെ തോന്നുന്നത്? അവരവരുടെ പ്രവൃത്തി. അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുമ്പോ ലോകത്തെ എല്ലാവരും സ്തുത്യർഹന്മാരായി തീരും. രാവണനും അതെ. മറ്റുള്ളവർക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചെയ്തു രാവണൻ. എന്തുകൊണ്ട്? തന്റെ കൈകളെ കൊണ്ട്. 20 കൈകളെ കൊണ്ട് രാവണൻ മറ്റുള്ള ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം എന്താണ് എന്നാണെങ്കിൽ അന്ധകാരിയുടെ ലീലാത്രിതോലനത്തിങ്കൽ പരീക്ഷിതമായ ബാഹുവീര്യത്തോടു കൂടിയവനാണ് താൻ മുന്നിൽ. അന്ധകാരി അന്ധകന്റെ ശത്രുവായിട്ട് അന്ധകാരിയാണ് ഭഗവാൻ ശ്രീപരമേശ്വരൻ. ഭഗവാനോട് തന്നെയാണ് പിന്നെ രാവണൻ എതിർക്കാൻ പോയത്. ആ ഭഗവാൻ ശ്രീപരമേശ്വരന്റെ ലീലാദ്രിയിൽ ഭഗവാൻ താമസിക്കുന്ന സ്ഥലം അതാ കൈലാസപർവ്വതം. കൈലാസത്തിലാണ് ഭഗവാന്റെ